ഇന്റർനെറ്റിൽ പ്രത്യക്ഷപ്പെടുന്ന പല കാര്യങ്ങളും പിന്നീട് വലിയ വലിയ നിഗൂഢതകളായി മാറാറുണ്ട്. അത്തരത്തിൽ 2018 മുതൽ പ്രത്യക്ഷപ്പെടാൻ ആരംഭിച്ചൊരു വലിയ നിഗൂഢത തന്നെയായിരുന്നു ആ ഒരു യൂട്യൂബ് ചാനൽ. കിലോ കണക്കിന് വരുന്ന മത്സ്യം പച്ചക്ക് ഭക്ഷിക്കുന്ന ഒരു പെൺകുട്ടി. അവളുടെ ശരീരഭാഗങ്ങളിലായി പലപ്പോഴും മുറിവുകൾ കാണാമായിരുന്നു. അവളുടെ പല്ലുകൾ പൊഴിഞ്ഞു പോരുന്നതും വീഡിയോയിൽ നമുക്ക് ദർശിക്കാനായി സാധിക്കും. പലരും വിശ്വസിച്ചത് അവളെ ആരോ തട്ടിക്കൊണ്ടുപോയി പട്ടിണിക്കിട്ട ശേഷം പിന്നീട് നിർബന്ധിച്ച് പച്ച മത്സ്യം ഭക്ഷിപ്പിക്കുന്നതാണ് എന്നൊരു കാര്യമായിരുന്നു. ഏറ്റവും ഒടുവിൽ അവൾക്ക് എന്താണ് സംഭവിച്ചത്? അവൾ ഇന്നും ജീവനോടുകൂടെ ഉണ്ടോ? ഇന്ന് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നത് ആ ഒരു യൂട്യൂബ് ചാനലിൻ്റെ നിഗൂഢതകളിലേക്കാണ്. വെൽക്കം ബാക്ക് ടു എഫ് വേൾഡ്. അഫ്ലു ഹിയർ. 2018 മാർച്ച് മാസം 11-ാം തീയതിയാണ് KTF എന്നൊരു യൂട്യൂബ് ചാനൽ യൂട്യൂബ് എന്ന പ്ലാറ്റ്ഫോമിൽ ആദ്യമായി പ്രത്യക്ഷപ്പെടുന്നത്. പിന്നീട് ഒരു മാസത്തിന് ശേഷം ഏപ്രിൽ 24-ാം തീയതിയാണ് മക്ബാങ് രീതിയിലുള്ള ആദ്യത്തെ വീഡിയോ അവർ അപ്ലോഡ് ചെയ്യുന്നത്. ഒരുപാടധികം ഭക്ഷണം തങ്ങളുടെ ഓഡിയൻസുമായി ഇൻട്രാക്ട് ചെയ്തുകൊണ്ട് കഴിക്കുന്ന രീതിയിലുള്ള ഒരു ഓഡിയോ വിഷ്വൽ പോഡ്കാസ്റ്റിനെയാണ് മക്ബാങ് എന്ന് വിളിക്കുന്നത്. ആദ്യകാലങ്ങളിൽ 2010-ൽ സൗത്ത് കൊറിയയിലാണ് ഇത്തരമൊരു വ്ളോഗിംഗ് രീതി ആദ്യമായി ഉടലെടുക്കുന്നത്. പിന്നീട് ലോകത്തിൻ്റെ വിവിധങ്ങളായിട്ടുള്ള ഭാഗങ്ങളിലെ ആളുകളെല്ലാം ഈ ഒരു വ്ളോഗിംഗ് രീതിയെ ഇഷ്ടപ്പെടുകയും ഏറ്റെടുക്കുകയും ചെയ്യുകയായിരുന്നു. ഏപ്രിൽ 24-ാം തീയതി 5 കിലോയോളം ഭാരം വരുന്ന സാൽമൺ മത്സ്യത്തെ മക്ബാങ് രീതിയിൽ ഒരു പെൺകുട്ടി ഇരുന്ന് പച്ചക്ക് ഭക്ഷിക്കുന്ന വീഡിയോ ആണ് ആദ്യമായി ഇവർ അപ്ലോഡ് ചെയ്യുന്നത്. നിരന്തരമായ ഒരുപാട് തരത്തിലുള്ള നെഗറ്റീവ് കമൻറ്റുകളായിരുന്നു ആ വീഡിയോയിലൂടെ ഇവർക്ക് ആദ്യം തന്നെ നേരിടേണ്ടതായി വന്നിരുന്നത്. അതിനാലൊക്കെ തന്നെ ആയിരിക്കണം ആ ഒരു വീഡിയോയുടെ കമൻറ്റ്സ് പൂർണ്ണമായിട്ടും ഇവർ ഓഫ് ചെയ്തിടുകയാണ്. പിന്നീട് ആർക്കും തന്നെ ആ ഒരു വീഡിയോയിൽ വന്നിട്ടുള്ള കമൻറ്റുകൾ വായിക്കാനോ പുതിയ കമൻറ്റുകൾ കൂട്ടിച്ചേർക്കാനോ കഴിയാത്ത അവസ്ഥയിലേക്ക് ആ വീഡിയോ മാറി വരികയാണ്. പലർക്കും ഉണ്ടായിരുന്ന ഏറ്റവും വലിയൊരു സംശയം, എന്തിനാണ് ഇത്തരത്തിൽ പച്ചക്ക് മത്സ്യത്തെ ഭക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊരു ചോദ്യം തന്നെയായിരുന്നു. പലരും പിന്നീട് അന്വേഷിച്ചത് ആരാണ് ഈ ഒരു ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന പെൺകുട്ടി എന്നതായിരുന്നു. പ്രത്യേക തരത്തിലൊരു മാസ്ക് ഉപയോഗിച്ചുകൊണ്ട് മൂക്കിന് മുകളിലേക്ക് പൂർണ്ണമായും കാണാത്ത രീതിയിലായിരുന്നു ആദ്യത്തെ വീഡിയോ ഇവർ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഏതാനും നാളുകൾക്കുള്ളിൽ തന്നെ വീഡിയോ ചെറിയ തരത്തിലെങ്കിലും വൈറലാകാൻ ആരംഭിക്കുകയാണ്. അതോടുകൂടെ തുടരെ ഇതേ ഒരു രീതിയിലുള്ള വീഡിയോകൾ ഇവർ കൂടുതലായി യൂട്യൂബിലേക്ക് അപ്ലോഡ് ചെയ്യാൻ ആരംഭിക്കുകയാണ്. അങ്ങനെയാണ് ഒക്ടോപസിനെ, അതായത് നീരാളിയെ പച്ചക്ക് ഭക്ഷിക്കുന്ന വീഡിയോയും സാൽമൺ മത്സ്യത്തെ പലതരത്തിലായി ഭക്ഷിക്കുന്ന വീഡിയോയും ചെമ്മീൻ അല്ലെങ്കിൽ പ്രോൺസിനെ എല്ലാം പച്ചക്ക് ഭക്ഷിക്കുന്ന തരത്തിലുള്ള വീഡിയോകളുമെല്ലാം ഈ ഒരു യൂട്യൂബ് ചാനലിൽ പ്രത്യക്ഷപ്പെടുന്നത്. ദിവസങ്ങളും മാസങ്ങളും ഒരുപാട് മുമ്പോട്ടേക്ക് പോവുകയാണ്. അങ്ങനെ ഇരിക്കെയാണ് ചില ആളുകളെല്ലാം വീഡിയോയിൽ കാണുന്ന കുട്ടിയുടെ കയ്യിലും അതുപോലെ തന്നെ ചുണ്ടിലുമെല്ലാം ചില പരിക്കേറ്റ പാടുകൾ ശ്രദ്ധിക്കുന്നത്. അതോടുകൂടി തന്നെ ആളുകൾക്കിടയിൽ പലതരത്തിലുള്ള സംസാരം ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഉടലെടുക്കാൻ ആരംഭിക്കുകയാണ്. പല ആളുകളും വിശേഷിപ്പിച്ചത് ഈ പെൺകുട്ടിയെ ആരോ തട്ടിക്കൊണ്ടുവന്നതിന് ശേഷം പിന്നീട് ദിവസങ്ങളോളം പട്ടിണിക്കിട്ട് പിന്നീട് ഇത്തരത്തിൽ പച്ച മത്സ്യം നൽകി തീറ്റിപ്പിക്കുന്നതാണ് എന്നൊരു കാര്യമായിരുന്നു. അതിനാലൊക്കെ തന്നെയാണ് ഇത്ര വേഗത്തിൽ ഇവർ ഭക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് എന്നും കണ്ണും മറ്റുമെല്ലാം പൂർണ്ണമായും മറച്ചു വെക്കുന്നത് ഈ ഒരു കാര്യം കൊണ്ടാണ് എന്നൊക്കെ ഇത്തരത്തിൽ പലരും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഈ ഒരു യൂട്യൂബ് ചാനലുമായി ബന്ധപ്പെട്ട് സംസാരിച്ചുകൊണ്ടേയിരുന്നു, ചർച്ച ചെയ്തുകൊണ്ടേയിരുന്നു. മറ്റു ചില ആളുകൾക്ക് പറയാനുണ്ടായിരുന്നത് എന്തൊക്കെയോ തരത്തിലുള്ള മാനസികമായ അസ്വസ്ഥതകളുള്ള ഒരു പെൺകുട്ടിയായിരിക്കാം ഇത്തരത്തിൽ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് എന്ന നിലക്കായിരുന്നു. ഇത്തരം പല അഭിപ്രായങ്ങൾ ഇങ്ങനെ ഒരു യൂട്യൂബ് ചാനലിലെ വീഡിയോയുമായി ബന്ധപ്പെട്ട് വന്നതോടുകൂടി തന്നെ യൂട്യൂബ് ചാനലിലെ വീഡിയോകൾ വലിയ തോതിൽ തന്നെ വൈറലാകാൻ ആരംഭിക്കുകയാണ്. അങ്ങനെയാണ് ഇത്തരം കാര്യങ്ങൾക്കെല്ലാം ഉള്ളൊരു വിശദീകരണമായി KTF എന്ന യൂട്യൂബ് ചാനലിൽ അവർ തന്നെ ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് അപ്ലോഡ് ചെയ്യുന്നത്. ഹലോ, എവറിത്തിങ് ഈസ് ഓക്കെ എന്ന് തുടങ്ങുന്ന ആ ഒരു പോസ്റ്റിൽ തനിക്ക് യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളുമില്ല എന്നും തന്നെ ആരും തട്ടിക്കൊണ്ടു പോയിട്ടില്ല എന്നുമെല്ലാം വിശദമായി തന്നെ അവർ എഴുതി ചേർക്കുന്നുണ്ട്. അതോടുകൂടി തന്നെ തൻ്റെ കയ്യിലുള്ള പാടിനും ചുണ്ടിലെ പാടിനുമെല്ലാം കാരണങ്ങൾ കൂടെ അവർ വ്യക്തമായി തന്നെ ആ ഒരു പോസ്റ്റിൽ, ആ ഒരു കമ്മ്യൂണിറ്റി ടാബിൽ അവർ നൽകിയിട്ടുള്ള ആ ഒരു പോസ്റ്റിൽ, അപ്ലോഡ് ചെയ്തിട്ടുള്ള ആ ഒരു പോസ്റ്റിൽ വിശദീകരിക്കുന്നുണ്ട്. സൂര്യാഘാതം ഏറ്റത് കാരണമായിട്ടാണ് കയ്യിലെ പാട് വന്നതെന്നും പ്രത്യേക തരത്തിലുള്ളൊരു അസുഖമുള്ളതിനാലാണ് ചുണ്ടിൽ അത്തരത്തിൽ മുറിവുകൾ കാണുന്നത് എന്നുമെല്ലാം അവർ വിശദീകരിച്ച് നൽകിയിട്ടുണ്ടായിരുന്നു. എങ്കിൽ പോലും പലർക്കും പിന്നെയും ഈ ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് കൂടുതൽ സംശയങ്ങൾ അവിടെയും ഉടലെടുക്കാൻ ആരംഭിക്കുകയാണ്.
സൂര്യാഘാതം അല്ലെങ്കിൽ സൂര്യൻ കാരണമായി കയ്യിൽ പാടുണ്ടായതാണ് എങ്കിൽ കൈയുടെ ഒരു ഭാഗത്ത് മാത്രം ഉണ്ടാകുന്നതിനപ്പുറത്തേക്ക് കൈയിൻ്റെ വിവിധങ്ങളായ ഭാഗങ്ങളിൽ തീർച്ചയായും സൂര്യാഘാതം ഏറ്റതിൻ്റെ പാടുകൾ കാണേണ്ടതാണ്. അത്തരം പാടുകളൊന്നും തന്നെ കാണാനില്ല. പലരും വീണ്ടും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടെല്ലാം കൂടുതൽ ചർച്ചകൾ ചെയ്യാൻ ആരംഭിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് പുതിയൊരു വീഡിയോ കൂടെ യൂട്യൂബ് ചാനലിൽ പ്രത്യക്ഷപ്പെടുന്നത്. അതിൽ ദിസ് മീറ്റ് ഈസ് സോ ഡിലീഷ്യസ് എന്ന് എഴുതിയ സബ് ടൈറ്റിലിന്റെ ഭാഗത്തായിട്ട് ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ 3 അക്ഷരങ്ങൾ SOS എന്നീ 3 അക്ഷരങ്ങൾ ക്യാപിറ്റൽ ലെറ്റർ ഉപയോഗിച്ചുകൊണ്ട് എഴുതിയിട്ടുള്ളതായിട്ട് കാണാൻ സാധിക്കുകയാണ്. എന്തെങ്കിലും ദുരന്തങ്ങൾ സംഭവിക്കുന്ന അവസരത്തിൽ നമ്മൾ പുറപ്പെടുവിപ്പിക്കുന്ന ഒരു ഇന്റർനാഷണൽ സിഗ്നലാണ് ഈ ഒരു SOS എന്ന് പറയുന്നത്. പഴയ കാലങ്ങളിൽ കപ്പലുകളിൽ സഞ്ചരിച്ചിരുന്ന നാവികരായിട്ടുള്ള ആളുകൾ ഉപയോഗിച്ചിരുന്നതാണത്. സേവ് അവർ ഷിപ്പ് അല്ലെങ്കിൽ സേവ് അവർ സോൾ എന്നൊക്കെയാണ് അതിൻ്റെ ഒരു ഫുൾ ഫോം എന്ന് പറയുന്നത്. ഇത് കണ്ടതോടുകൂടി വീണ്ടും ആളുകൾ ചിന്തിക്കാൻ ആരംഭിച്ചു. ഈ ഒരു കുട്ടിക്ക് കാര്യമായി എന്തൊക്കെയോ തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്, എന്തൊക്കെയോ ഗുരുതരമായ സിറ്റുവേഷനുകളിലൂടെയാണ് അവർ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനാലൊക്കെ തന്നെയാണ് SOS എന്ന് പ്രത്യേകമായി എഴുതി കാണിച്ച് സഹായത്തിന് വേണ്ടി ഈ കുട്ടി അഭ്യർത്ഥിക്കുന്നത് എന്ന നിലയിലെല്ലാം മറ്റു ചില ആളുകളാകട്ടെ ഈ ഒരു വീഡിയോയുടെ സൗണ്ട് വളരെയേറെ ശ്രദ്ധയോടുകൂടി കേൾക്കാൻ ആരംഭിച്ചു. അതിൽ നിന്നും ഈ ഒരു പെൺകുട്ടി ഭക്ഷണം കഴിക്കുന്ന അവസരത്തിൽ അവരുടെ വായിൽ നിന്നും പുറത്തു വരുന്ന പ്രത്യേക തരത്തിലുള്ള സൗണ്ടുകൾ അല്ലെങ്കിൽ ആ ഒരു വായു മൈക്കിൽ തട്ടുമ്പോഴുണ്ടാകുന്ന പ്രത്യേക തരത്തിലുള്ള ശബ്ദങ്ങളെല്ലാം വളരെയേറെ സൂക്ഷ്മതയോടുകൂടി തന്നെ കേട്ട് നോക്കിയപ്പോൾ പല അവസരങ്ങളിലും ഹെൽപ്പ് എന്നിവർ ഉച്ചരിക്കുന്നതായിട്ട് പല ആളുകളും കേൾക്കുകയാണ്, അല്ലെങ്കിൽ പല ആളുകൾക്കും തോന്നാൻ ആരംഭിക്കുകയാണ്. വലിയ തരത്തിൽ തന്നെ ഒരു നിഗൂഢതയായി, ഒരു മിസ്റ്ററിയായി തന്നെ പിന്നീട് അങ്ങോട്ട് ഈ ഒരു യൂട്യൂബ് ചാനൽ മാറാൻ ആരംഭിക്കുകയാണ്. ആരാണ് ഈ ഒരു യൂട്യൂബ് ചാനലിന് പുറകിലെന്നോ, എവിടെ നിന്നുള്ള ആളുകളാണ് ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത് എന്നോ, ആരാണ്, ഏത് പെൺകുട്ടിയാണ് ഈ ഒരു ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നത്, എന്തിനാണ് അവർ മുഖം മറച്ചു വെച്ചിട്ടുള്ളത്, ഇങ്ങനെ തുടങ്ങി ഒരുപാട് തരത്തിലുള്ള ചോദ്യങ്ങൾ അവിടെ ഉയർന്നു വരാൻ ആരംഭിക്കുകയും ചെയ്യുകയാണ്. പിന്നീട് അവർ അപ്ലോഡ് ചെയ്ത ഒരു വീഡിയോയിൽ ഈ പെൺകുട്ടി ഒരു ബോളിൻ്റെ അറ്റത്ത് ചെറുതായി വിരലുകൊണ്ട് തട്ടുന്ന ഒരു ഭാഗമുണ്ട്. പല ആളുകളും ഇതിനെയും വിശേഷിപ്പിച്ചത് സഹായത്തിന് വേണ്ടി മോഴ്സ് കോഡ് ആ പെൺകുട്ടി ഉപയോഗിക്കുന്നതായിരിക്കാം എന്ന നിലക്കായിരുന്നു. ഇത്തരം ഒരുപാട് തരത്തിലുള്ള ചോദ്യങ്ങൾ ഉയർന്നു വന്നതിനാൽ തന്നെ ആയിരിക്കാം ഇതിനെല്ലാമുള്ള ഒരു വിശദീകരണം എന്നോണം ഒരു മറുപടി കമന്റ് അവരുടെ ഭാഗത്ത് നിന്നും യൂട്യൂബ് ചാനലിൽ പ്രത്യക്ഷപ്പെടുകയാണ്. അതിൽ ആദ്യം തന്നെ അവർ എടുത്തു പറഞ്ഞൊരു കാര്യം, ഒരിക്കലും ഇത് മോഴ്സ് കോഡ് ഉപയോഗിക്കുന്നതല്ല, മോഴ്സ് കോഡിന്റെ കാര്യങ്ങളൊന്നും ഇങ്ങനെയല്ല എന്ന നിലക്കാണ്. രണ്ടാമത്തെ കാര്യം, അവളെ പിടിച്ചു വെച്ചിരിക്കുകയാണ് എന്നൊരു കാര്യവുമായി ബന്ധപ്പെട്ടതായിരുന്നു. അത് ഇപ്രകാരമാണ്: വൈ വുഡ് എ ക്യാപ്ചർ ലെറ്റ് ഹെർ എഡിറ്റ് ദ വീഡിയോ? ഇത്തരത്തിൽ ബലമായി പിടിച്ചു വെച്ച് വീഡിയോ ചെയ്യിപ്പിക്കുകയാണെങ്കിൽ പിന്നെ അവളെ കൊണ്ട് തന്നെ എന്തുകൊണ്ടാണ് ക്യാപ്ചർ അല്ലെങ്കിൽ പിടിച്ചു വെച്ചിരിക്കുന്ന വ്യക്തി വീഡിയോ എഡിറ്റ് ചെയ്യിപ്പിക്കുന്നത് എന്ന തരത്തിലുള്ള കാര്യമായിരുന്നു. ഇത് കണ്ട ഉടനെയും പിന്നെയും പല ആളുകൾക്കും വലിയ തരത്തിൽ തന്നെ സംശയങ്ങൾ ഉടലെടുക്കാൻ ആരംഭിക്കുകയാണ്. ഇത്രയും കാലം ഒരു ഫസ്റ്റ് പേഴ്സൺ വ്യൂവിലാണ് ഇവർ കാര്യങ്ങളെല്ലാം പറഞ്ഞിരുന്നത് എങ്കിൽ അത് മാറിയിട്ട് ഇപ്പോൾ ഒരു തേർഡ് പേഴ്സണിലേക്ക് മാറുകയാണ്. അതായത് ഇത്രയും കാലം ഞാൻ ഓക്കെയാണ്, എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിരുന്നതിൽ നിന്നും മാറി അവൾ എന്ന രീതിയിലേക്ക്, അവൾ ഓക്കെയാണ് അല്ലെങ്കിൽ അവൾ കുഴപ്പമാണ്, അവളെ കൊണ്ട് എഡിറ്റ് ചെയ്യിപ്പിക്കേണ്ട ആവശ്യം എന്താണ് എന്ന നിലയിലേക്കൊക്കെയാണ് ഈ ഒരു കമൻ്റ് അവിടെ പ്രത്യക്ഷപ്പെട്ടിരുന്നത്. വീണ്ടും ആളുകൾ ഈ ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് കൂടുതൽ ചർച്ചകൾ നടത്താൻ ആരംഭിക്കുകയാണ്. ആ പെൺകുട്ടിക്ക് കാര്യമായി എന്തോ പറ്റിയിട്ടുണ്ട് എന്ന നിലയിൽ തന്നെ സംസാരിക്കാൻ ആരംഭിക്കുകയാണ്. വീണ്ടും വീഡിയോകൾ യൂട്യൂബ് ചാനലിൽ മുടക്കമില്ലാതെ തന്നെ വന്നുകൊണ്ടേയിരുന്നു. തുടർന്ന് വന്നൊരു വീഡിയോയിൽ പ്രത്യേകമായി എഴുതിയിരുന്ന സബ് ടൈറ്റിലിൻ്റെ ഭാഗത്തുള്ള ഫസ്റ്റിലെ ക്യാപിറ്റൽ ലെറ്ററുകൾ ഓരോന്നായി താഴ്ഭാഗത്തേക്ക് വായിച്ചു നോക്കിയ അവസരത്തിൽ വായിച്ചവരെല്ലാം ഒരുപോലെ ഞെട്ടിപ്പോവുകയാണ്. കാരണം അതുണ്ടായിരുന്നത് HELP എന്ന നിലയിലായിരുന്നു. അതായത് ഹെൽപ്പ്, സഹായം അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഇത് എന്ന് പിന്നെയും ആളുകൾ വിശ്വസിക്കാൻ ആരംഭിച്ചു. പലർക്കും പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ തീർച്ചയായും ഈ ഒരു യൂട്യൂബ് ചാനലുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. മറ്റു ചില ആളുകൾ പറയുന്നത് പ്രത്യേക തരത്തിൽ തന്നെ ഒക്ടോപസിൻ്റെ, നീരാളിയുടെ കൈകാലുകളെ അറേഞ്ച് ചെയ്ത് വെച്ചതിൽ നിന്നും സാത്താനിക് വർഷിപ്പും മറ്റുമെല്ലാം നടത്തുന്ന, ദുർമന്ത്രവാദം നടത്തുന്ന ഒരു പെൺകുട്ടിയായിരിക്കാം ഈ ഒരു ചാനൽ നടത്തുന്നത് എന്നൊരു കാര്യമായിരുന്നു. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നിലനിൽക്കെ തന്നെ പല ആളുകളും ആരാണ് ഈ ഒരു യൂട്യൂബ് ചാനലിന് പുറകിലെന്നും ആരാണ് ആ വീഡിയോയിൽ കാണിക്കുന്ന പെൺകുട്ടി എന്നുമെല്ലാം അന്വേഷിച്ചിറങ്ങുകയാണ്. ആദ്യം തന്നെ അവർ ചെയ്തൊരു കാര്യം, ഏത് രാജ്യത്തുള്ളവരാണ് ഈ ഒരു യൂട്യൂബ് ചാനലിന് പുറകിലെന്നത് അന്വേഷിക്കുക എന്നതായിരുന്നു. യൂട്യൂബ് ചാനലിനെ വ്യക്തമായി തന്നെ പരിശോധിച്ച് നോക്കിയപ്പോൾ അതിൽ ആദ്യകാലങ്ങളിൽ അപ്ലോഡ് ചെയ്ത വീഡിയോകളിൽ ചിലതിൻ്റെ ടൈറ്റിലും ഡിസ്ക്രിപ്ഷനിലും എല്ലാം ഫ്രഞ്ച് ഭാഷ കാണാൻ സാധിക്കുകയാണ്. അതിൽ നിന്നും പലരും മനസ്സിലാക്കിയൊരു കാര്യം, ഫ്രാൻസിൽ നിന്നുള്ള വ്യക്തികളായിരിക്കാം ഈ ഒരു ചാനൽ
ചാനലിന് പുറകിൽ ഫ്രാൻസിൽ നിന്നുള്ളൊരു കുട്ടിയായിരിക്കാം ഈ ഒരു വീഡിയോയിൽ അവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന നിലയിലൊക്കെ തന്നെയായിരുന്നു. അതിനാലൊക്കെ തന്നെ പിന്നീട് ഫ്രഞ്ച് ഗവൺമെൻറ്റിന് അല്ലെങ്കിൽ ഫ്രാൻസിലെ ഗവൺമെൻറ്റിന് പോലും ഈ ഒരു ചാനലിന് പിന്നിലുള്ള കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായി തന്നെ പറഞ്ഞുകൊണ്ട് പല ആളുകളും നിരന്തരമായി തന്നെ മെയിലുകൾ അയക്കുമായിരുന്നു. ഈ ഒരു പെൺകുട്ടി അപകടത്തിലാണ്, അവരെ രക്ഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് പോലും പലരും മെയിലുകൾ അയച്ചിട്ടുണ്ടായിരുന്നു. നിഗൂഢമായ ഒരുപാട് കാര്യങ്ങളിലൂടെ ഉത്തരങ്ങളില്ലാത്ത ഒരുപാട് ചോദ്യങ്ങൾ ഓഡിയൻസിന് ഇടയിലേക്ക് നൽകിക്കൊണ്ട് വീണ്ടും വീണ്ടും ആ യൂട്യൂബ് ചാനൽ മുമ്പോട്ട് തന്നെ പോയിക്കൊണ്ടേയിരുന്നു. ഏറ്റവും അവസാനം അവർ അപ്ലോഡ് ചെയ്ത ഒരു വീഡിയോയിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കെ പെൺകുട്ടിയുടെ പല്ലുകൾ പൊഴിഞ്ഞു പോരുന്നതും പിന്നീട് അത് ക്യാമറയിലേക്ക് കാണിക്കുന്നതുമെല്ലാമുള്ള വിഷ്വൽസുകളെല്ലാം ഉണ്ടായിരുന്നു. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് എങ്കിൽ പോലും ഏറ്റവും അവസാനം 2019 നവംബർ മാസത്തിലെ ചില വീഡിയോകളോടുകൂടെ തന്നെ എന്നേക്കുമായി KTF എന്ന യൂട്യൂബ് ചാനലിൽ വരുന്ന വീഡിയോകൾ പൂർണ്ണമായിട്ടും നിലയ്ക്കുകയാണ്. 2019 നവംബറിന് ശേഷം പിന്നീട് പുതിയ വീഡിയോകളൊന്നും ഇന്നേ വരെ KTF എന്ന യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടില്ല. അപ്പോൾ എന്തായാലും നമ്മളൊരു വീഡിയോ ഇഷ്ടമോ അതിൻ്റെ പേരാണ് വീഡിയോ തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു. ഇത്രയും കാര്യങ്ങളെല്ലാം കേട്ടതിന് ശേഷം നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? യഥാർത്ഥത്തിൽ ഈ കാര്യങ്ങളെല്ലാം യൂട്യൂബ് ചാനലിന് റീച്ച് കൂട്ടുന്നതിന് വേണ്ടി അവർ മനഃപൂർവ്വം കെട്ടിച്ചമച്ച കാര്യങ്ങൾ മാത്രമായിരിക്കുമോ? അതോ യഥാർത്ഥത്തിൽ ഒരു പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുവന്ന് ബലമായി തന്നെ അവളെ കൊണ്ട് ഇത്തരത്തിൽ പച്ച മത്സ്യം ഭക്ഷിപ്പിക്കുന്നതാണോ? അങ്ങനെയാണെങ്കിൽ പിന്നീട് അവൾക്ക് എന്തായിരിക്കും സംഭവിച്ചത്? 2019 ശേഷം വീഡിയോകളൊന്നും അപ്ലോഡ് ചെയ്യപ്പെടാത്തതിനാൽ തന്നെ ആ കുട്ടി ഇപ്പോഴും ജീവനോടുകൂടി തന്നെ ഉണ്ടോ എന്ന് പോലും സംശയം പ്രകടിപ്പിക്കുന്ന ഒരുപാടധികം ആളുകളുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ ഒരു യൂട്യൂബ് ചാനലിന് റീച്ച് കൂട്ടുന്നതിന് വേണ്ടി ഇത്തരമൊരു മിസ്റ്റീരിയസ് സ്വഭാവം, ഒരു നിഗൂഢ സ്വഭാവം നിലനിർത്തി ആരൊക്കെയോ ചെയ്തൊരു നാടകമായിട്ട് മാത്രമാണ് ഇത്രയും കാര്യങ്ങളെല്ലാം എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ രേഖപ്പെടുത്താൻ മറക്കരുത്. അപ്പോൾ ഇതിൽ നിന്ന് ഒരുപാട് വീഡിയോസുകളുമായി കണ്ടുമുട്ടാവുന്ന പ്രതീക്ഷയോടെ ബൈ.